അന്ന് 19-ാം തീയതി തന്നെ വൈകുന്നേരം മാധ്യമങ്ങളെ വിളിച്ചിട്ട് പെൺകുട്ടിയുടെ മാതാവ്, ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ മാതാവ് CPIM-ന്റെ മെമ്പറാണ് അവർ വാർത്താലേഖകരോട് പറയാണ്, പത്രക്കാരോട് പറയാണ്, എൻ്റെ മക്കളാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടവര്, അവർ നിരപരാധികളാണ്, അവർ ഇടപെട്ടത് അവരുടെ പെങ്ങളുടെ വിഷയത്തിലാണ്, അവർ നിരപരാധികളാണ് എന്ന് പറയുന്ന ആരാണ്? പെൺകുട്ടിയുടെ മാതാവാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 20-ാം തീയതി ACPക്ക്, അത് കഴിഞ്ഞ ഉടനെ തന്നെ പിറ്റേന്ന് രാവിലെ എന്തുണ്ടാവുന്നു നമ്മുടെ നാട്ടിൽ? സാധാരണ വ്യത്യസ്തമായി എല്ലാ കേസുകളിലും പോലീസ് വാർത്താ സമ്മേളനം നടത്താറില്ല. പക്ഷേ ACP വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെ പ്രതികളിലെത്തുന്ന സൂചന ലഭ്യമായിട്ടുണ്ട് എന്ന് പറയുന്നു. ACP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പേര് പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ പോലീസ് സ്റ്റേഷനിൽ നിന്നോ എവിടുന്നോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പേര് പറയുന്നില്ല. പക്ഷേ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് SDPI പ്രവർത്തകർ അറസ്റ്റിൽ നിന്ന്. അത് അവരുടെ കുടുംബാംഗങ്ങളാണ്, അവരുടെ ബ്രദറാണ്. അത് 20-ാം തീയതി ACPക്ക് ഔദ്യോഗികമായി ഈ സ്ത്രീ CPIM-ന്റെ മെമ്പർ പരാതി കൊടുക്കുകയാണ്. എൻ്റെ മകള് ജീവിച്ചിരുന്ന കാലത്ത് ചിട്ടി വന്ന തുക 1.5 ലക്ഷം രൂപ പ്രണയം നടിച്ച് ഇങ്ങനെ ഒരാൾ തട്ടിയെടുത്തിട്ടുണ്ട്, എൻ്റെ 20 പവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് തിരിച്ചെടുത്തു തരാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുകയാണ്. ഇതാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം വ്യാപകമായ പ്രചാരണമാണ് CPIM SDPIക്ക് നേരെ നടത്തുന്നത്. മോറൽ പോലീസിങ്, സദാചാര ഗുണ്ടായിസം, താലിബാനിസം, എവിടെയാണ് പാർട്ടി ഇതിലിടപെട്ടത്? ആകെ ഉണ്ടായിരുന്ന ഒരു സംഭവം, ഈ പ്രദേശത്തുള്ള ഞാൻ പറഞ്ഞ ആളുകൾ മുഴുവൻ കൂടിയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന പാർട്ടി ഓഫീസിൽ കൂടിയിരുന്ന് കോംപ്രമൈസ് ചർച്ച നടത്തി എന്നുള്ളത് മാത്രമാണ്. CPIM-ന്റെ പാർട്ടി ഓഫീസിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കാറില്ലേ? ഇവിടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഓഫീസുകളിലാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മധ്യസ്ഥ ശ്രമം നടക്കാത്തത്? പൊതുപ്രവർത്തകരെന്ന നിലയിൽ, ജനങ്ങളെ സേവിക്കുന്നവരെന്ന നിലയിൽ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണ് പൊതുപ്രവർത്തകർ. സ്വാഭാവികമായി നമ്മളെ അടുത്ത ആളുകൾ പല വിഷയങ്ങളുമായിട്ട് വരും. അത് റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിനോ ക്ഷേമ പെൻഷൻ നേടിയെടുക്കുന്നതിനോ മാത്രമല്ല. വഴിത്തർക്കങ്ങൾ, വിവാഹത്തർക്കങ്ങൾ, സാമ്പത്തിക തർക്കങ്ങളൊക്കെ നാട്ടു നടപ്പനുസരിച്ച് മധ്യസ്ഥ ശ്രമങ്ങളിൽ അനേകായിരം പ്രശ്നങ്ങൾ പരിഹരിച്ച് പരിഹാരം കാണാത്ത വിഷയങ്ങളാണ് പോലീസ് നടപടികളിലേക്ക്, കോടതികളിലേക്കൊക്കെ പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കൊക്കെ അനുഭവമുള്ളതായിരിക്കും. അത്തരം മധ്യസ്ഥ ശ്രമങ്ങൾ നാടിന് നന്മയാണ് നൽകുന്നത്. ഇതിൽ എവിടെയാണ് സദാചാര പോലീസിങ്?